ഇന്നിപ്പോൾ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണല്ലോ. അതായത് നമുക്കിന്ന് ക്രിസ്മസ് ആണല്ലോ. ക്രിസ്മസ് ദിനത്തിലെ ഞങ്ങൾ ആ ഒരു ദിനത്തിലെ വിശേഷങ്ങൾ അതാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ക്രിസ്മസ് കേക്ക്, പിന്നെ ഉച്ചഭക്ഷണം എല്ലാം ചേർത്തുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ആരംഭിക്കായി. നമ്മൾ വ്യൂസ് വിത്ത് രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളേതായാലും പ്ലം കേക്ക് തന്നെ ആവാൻ വിചാരിച്ചു, ആണ് ഇത് വാങ്ങിയത്. അപ്പം നമ്മളിതാ 1/2 കിലോ ആണിത് ചിക്കൻ, പിന്നെ മറ്റ് ചേരുവകൾ അതെല്ലാം ഇവിടെ ഉണ്ട്. അപ്പം ഇനി ഓരോന്ന് ഒക്കെ നന്നാക്കി എടുക്കാം. അതിലേക്കുള്ള ചേരുവകൾ കഷ്ണങ്ങളൊക്കെ റെഡിയാക്കാം. ചിക്കൻ പിന്നെ അവിടെ നിന്നൊക്കെ പാകത്തിന് തന്നെ മുറിച്ച് റെഡിയാക്കി കൊണ്ടുവന്നാണ്. ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചു. കഴുകൽ കഴിഞ്ഞ് നമുക്ക് ഇനി എന്നിട്ട് നുറുക്കിയെടുക്കാം. ഇന്നിപ്പോൾ നമ്മൾ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് നമ്മൾ ചിക്കൻ കറി, ഇതൊരു നമ്മൾ സാധാരണ ഇത് പണ്ടൊക്കെ വെച്ചിരുന്ന ആ ഒരു പോലെ അതുപോലെ തന്നെ അങ്ങനെ ഉണ്ടാക്കുന്നത്, വഴറ്റിയിട്ടല്ല ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ അങ്ങനെ ഒക്കെ ആയിരുന്നു കൂടുതൽ ഉണ്ടാക്കിയിരുന്നത് എന്നാണ് പറഞ്ഞത് അമ്മ. നമ്മൾ ഈ കലച്ചട്ടിയിലൊക്കെ ഉണ്ടാക്കുമല്ലോ, വഴറ്റാതെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നമ്മളിങ്ങനെ ചെറുതാക്കി നുറുക്കിയിടുകയാണ്. ഒക്കെ കഷ്ണങ്ങളൊക്കെ അവിടെ നുറുക്കി വെച്ചു. ഇതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നേരെ നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് എല്ലാ കഷ്ണങ്ങളും ചേർത്ത് നമ്മൾ അങ്ങനെയാണ് ഇത് വേവിക്കുന്നത്. നമ്മൾ സാധാരണ കറി ഉണ്ടാക്കുന്ന പോലെ, സാമ്പാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ. അതാണിപ്പോൾ ഇന്ന് അങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി അത് ചേർക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. പിന്നെ ഒരു പാകത്തിന് വളരെ കുറഞ്ഞ ഒരു വെള്ളം മാത്രം വെച്ച് അത് നമ്മൾ വേവിച്ചെടുക്കുകയാണ്. അടച്ചു വെച്ച് വേവിക്കുകയാണ്. കുറച്ച് കറിയായിട്ട് തന്നെയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഒന്നിങ്ങോട്ട് തിളച്ച ശേഷം നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്പൈസി ആയിട്ടുള്ള ചിക്കൻ മസാലയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് എടുക്കാം. അത് നല്ല
ഉണ്ടോ? അപ്പോൾ അത്യാവശ്യം നല്ല തന്നെ ഉണ്ട്, ഒക്കെ ഒന്ന് വെന്ത് എന്നിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിൽ കറിവേപ്പില ചേർക്കാം. ഇനിയിപ്പോൾ എന്താ വെച്ചാൽ നമുക്ക് തേങ്ങ വറുത്തരച്ച് ചേർക്കാം, അല്ലെങ്കിൽ സാധാരണ അരച്ച് ചേർക്കാം. ഇന്നിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, അങ്ങനെയായിരുന്നു മുമ്പൊക്കെ ചെയ്തിരുന്നത്. ഇനി നമ്മൾ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അത് വഴറ്റിയിടാണ്. ഉഷാറായില്ലേ നമ്മുടെ കറി? പിന്നെ ഇപ്പോൾ നമുക്ക് അതിലേക്ക് ഇന്നൊരു നമ്മളെ വീട്ടിൽ തന്നെ ഇവിടെ പറമ്പിലുണ്ടായിട്ടുള്ള മത്തൻ്റെ ഇല, അത് പിന്നെ അതിലേക്ക് നമ്മൾ പ്രധാനം നമുക്കിന്ന് ചിക്കൻ കറി തന്നെയാണ്. എന്നാലും ഈ ഒരു ഒരു ഇലക്കറി, അതൊരു നാടൻ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ മത്തൻ്റെ ഇല കഴുകിയെടുത്തു. അത് പിന്നെ നമ്മൾ സാധാരണ പോലെ ഉണ്ട് ഒന്ന് വേവിച്ചെടുക്കേ വേണ്ടു. അതിലേക്ക് പച്ചമുളകുണ്ട്, അത് കീറിയിട്ടതും എന്താ, പിന്നെ ഉപ്പും ചേർത്ത് അത് നമ്മൾ വേവിച്ചെടുത്തു. പിന്നെ വെളിച്ചെണ്ണ തുളിച്ച് നമുക്ക് വലിച്ചെടുക്കാത്രേ ഉള്ളൂ. അപ്പം അതും ഇവിടെ റെഡിയായി. പിന്നെ ഇപ്പം നമുക്കൊരു സലാഡ് ഉണ്ട്. ഇത് നല്ല നാടൻ തൈരാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഊണ് കഴിക്കായി. പിന്നെ പപ്പടം കാച്ചിയതും മുളക് വറുത്തും ഉണ്ട് അമ്മയ്ക്ക്. ഇതൊരു സാധാരണ, അതായത് നമ്മൾ നാടൻ രീതിയിലുള്ളൊരു ചിക്കൻ കറി, അത് തന്നെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഞങ്ങൾക്ക്. അത് ചോറിനൊക്കെ നല്ലതാണ് അതിങ്ങനെ കഴിക്കാൻ. പിന്നെ ഇതൊക്കെ പറ്റും, നെയ്ച്ചോറിനും എല്ലാം പറ്റുന്നതാണ്. നല്ല കറിയോട് കൂടി തന്നെയാണല്ലോ. നമുക്കിന് സലാഡ് കുറച്ച് കഴിഞ്ഞിട്ട് മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വിളമ്പിയത്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ക്രിസ്മസ് ആശംസകൾ നേരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുക. നമുക്കടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം.